സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, അതുപോലെ വീഡിയോ മറ്റുള്ളവർക്കായി ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. കൂടാതെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന ഒരു 100 പേരിൽ നിന്നും ഒരാളെ വീതം ഞങ്ങൾ തിരഞ്ഞെടുത്ത് പ്രീമിയം ഗ്രൂപ്പിൽ ഒരു മാസത്തെ ഫ്രീ മെമ്പർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. ഇന്ന് 2023 മെയ് 17 ബുധനാഴ്ച. അപ്പോൾ മാർക്കറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു നോക്കാം. നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 18,286 നിന്ന് 14 പോയിന്റ് ഗ്യാപ്പോടുകൂടി 18,300 ഇന്ന് ആരംഭിച്ചത്. 18,309 ഡേ ഹൈയും 18,115 ഡേ ലോയും വന്നതുവഴി 193 പോയിന്റിന് അഥവാ 1.06% ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് നമുക്ക് കിട്ടിയത്. 1% ഇൻട്രാഡേ മൂവ്മെൻറ്റ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രാഡേ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യത്തിനുള്ള മൂവ്മെൻ്റ് ആയിട്ടുണ്ട്. നല്ല പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു മൂവ്മെൻ്റാണ് 1% ഇൻട്രാഡേയിൽ കിട്ടുക എന്നുള്ളത്. അതിൽ ക്ലോസിങ്ങും ഓപ്പണിങ്ങും തമ്മിൽ 1% ഉണ്ടാവണമെന്നില്ല. ഹൈയും ലോയും തമ്മിൽ 1% ഉണ്ട്. അല്ലെങ്കിൽ എത്രയാണോ ഉള്ളത്, ഇപ്പം 19,000 ആണുള്ളതെങ്കിൽ 190 പോയിൻറ്റിൻ്റെ ഇൻട്രാഡേ മൂവ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഏതൊരാൾക്കും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇന്ന് ആരംഭിച്ച 18,300 നിന്ന് 118 പോയിൻറ്റ് നഷ്ടത്തിൽ 18,181 നിഫ്റ്റി ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇന്നലത്തെ ക്ലോസിങ്ങായി കമ്പയർ ചെയ്യുമ്പോൾ നിഫ്റ്റിക്ക് വീണ്ടും 105 പോയിന്റ് നഷ്ടപ്പെട്ടതായി. അല്ലെങ്കിൽ നിഫ്റ്റി ഇന്നലെ ഉണ്ടായത് ക്ലോസിങ്ങിൽ നിന്ന് 105 പോയിന്റ് താഴെയാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് നോക്കുകയാണെങ്കിൽ ഇന്നലെ അവസാനിച്ച 61,932 നിന്നും ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു. 61,932 തന്നെ ഓപ്പണായി 61,979 ഡേ ഹൈയും 61,340 ഡേ ലോയും വന്നതുവഴി 639 പോയിന്റിന് അഥവാ 1.03% ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 61,932 നിന്നും 371 പോയിന്റ് നഷ്ടത്തിൽ 61,560 ഇന്ന് സെൻസെക്സ് അവസാനിച്ചിരിക്കുന്നത്. ഇന്നലത്തെ ക്ലോസിംഗ് ആയി കമ്പയർ ചെയ്യുമ്പോൾ ഇന്നത്തേക്ക് സെൻസെക്സിന് 372 പോയിന്റാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യ വിക്സ് അഥവാ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ ഇന്ന് ഓപ്പൺ ആയത് 13.29 ഹൈ വന്നിരിക്കുന്നത് 13.58 ലോ വന്നിരിക്കുന്നത് 11.9 എന്തായാലും 1.35% വൊളാറ്റിലിറ്റി കുറഞ്ഞുകൊണ്ട് 13.11 ഇന്ത്യ വിക്സ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 43,903 നിന്ന് 45 പോയിന്റ് ഗ്യാപ്പോടുകൂടി 43,948 ഇന്ന് ആരംഭിച്ചത്. ഡേ ഹൈ 43,992 ഡേ ലോ 43,446 വന്നതുവഴി 546 പോയിന്റിന് അഥവാ 1.24% ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇത് സൂപ്പറായിരുന്നു ഇന്ന്. കാരണം അമ്മാതിരി പോക്കാണ് താഴോട്ടും മുകളിലോട്ടും പോയത്. ഒരു വി ഷേപ്പ് റിക്കവറി എന്ന് തന്നെ പറയാൻ പറ്റുന്ന രീതിയിൽ ആഫ്റ്റർനൂൺ സെഷനിൽ ഉണ്ടായിരുന്നു. നമുക്ക് എന്തായാലും ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ ആ ഭാഗത്ത് സംസാരിക്കാം. ഇന്ന് ഓപ്പണായ 43,948 നിന്നും 249 പോയിന്റ് നഷ്ടത്തിൽ 43,698 ബാങ്ക് നിഫ്റ്റി ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇന്നലത്തെ ക്ലോസിംഗ് ആയി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇന്നത്തേക്ക് ബാങ്ക് നിഫ്റ്റിക്ക് 205 പോയിന്റ് അല്ലെങ്കിൽ 205 പോയിന്റ് താഴെയാണ്. ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും 205 പോയിന്റ് താഴെയാണ് ഇന്ന് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഫിൻ നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 19,439 നിന്നും 22 പോയിന്റ് ഗ്യാപ്പോടുകൂടി 19,460 ഇന്ന് ആരംഭിച്ചത്. 19,461 ഡേ ഹൈയും 206 ഡേ ലോയും വന്നതുവഴി 254 പോയിന്റിന് അഥവാ 1.31% ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 19,460 നിന്നും 159 പോയിന്റ് നഷ്ടത്തിൽ 19,301 ഇന്ന് ഫിൻ നിഫ്റ്റി അവസാനിച്ചിരിക്കുന്നത്. ഇന്നലത്തെ ക്ലോസിംഗ് ആയി കമ്പയർ ചെയ്യുമ്പോൾ ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്നും ഇന്നത്തേക്ക് എത്തുമ്പോൾ 138 പോയിന്റിൻ്റെ നഷ്ടമാണ് ഫിൻ നിഫ്റ്റിക്ക് ഉണ്ടായിരിക്കുന്നത്. ബാങ്ക് എക്സ് നോക്കുകയാണെങ്കിൽ ഇന്നലെ അവസാനിച്ച 49,864 നിന്ന് 23 പോയിന്റ് ഗ്യാപ്പ് ഡൗണിൽ 49,841 ഇന്ന് ആരംഭിച്ചത്. ഡേ ഹൈ വന്നിരിക്കുന്ന 49,968 ഡേ ലോ 49,313 വന്നതുവഴി 655 പോയിന്റിൻ്റെ അഥവാ 1.31% ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 49,841 നിന്ന് 252 പോയിന്റ് നഷ്ടത്തിൽ 49,588 ഇന്ന് ബാങ്ക് എക്സ് അവസാനിച്ചു. ഇന്നലത്തെ ക്ലോസിംഗ് ആയി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ബാങ്ക് എക്സിന് 276 പോയിന്റിൻ്റെ നഷ്ടമാണ് ഇന്നത്തേക്ക് ഉണ്ടായിരിക്കുന്നത്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഇന്ന് ആസ്റ്റർ DM 2.57 പ്രോഫിറ്റ് ഉണ്ടാക്കിയിരിക്കുന്നു. അതുപോലെ ICICI പ്രോലി 2.36% നഷ്ടം ഉണ്ടാക്കിയിരിക്കുന്നു. എൻ്റെ ഈ സ്ക്രീനിൽ ഈ 2 സ്റ്റോക്കുകൾ മാത്രമാണ് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി ഈ 3 ഇൻഡെക്സുകൾ
ഉൾക്കൊള്ളുന്ന സ്റ്റോക്ക് 70ഓളം സ്റ്റോക്കുകളാണ് ഈ സ്ക്രീനറിലുള്ളത്. ഇന്ന് എന്തായാലും 2% കൂടുതൽ മൂവ്മെൻറ്റ് ഉണ്ടായ 2 സ്റ്റോക്കുകൾ മാത്രമാണ് ഈ സ്ക്രീനർ എടുത്ത് കാണിച്ചിരിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 7478 കോടിയുടെ ബൈങ്ങും 7329 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 149 കോടിയുടെ നെറ്റ് ബൈങ് ആണ് മാർക്കറ്റിൽ നടന്നത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 6047 കോടിയുടെ ബൈങ്ങും 6251 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 204 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് മാർക്കറ്റിൽ നിന്ന് അനുഭവപ്പെട്ടത്. ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ 55 കോടിയുടെ വിഡ്രോവൽ നടന്നതായിട്ടാണ്, അല്ലെങ്കിൽ 55 കോടി രൂപ മാർക്കറ്റിൽ നിന്നും പുറത്തേക്ക് പിൻവലിക്കപ്പെട്ടതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഓപ്പൺ ആൻഡ് പീസ് പുട്ട് കോൾ റേഷ്യോ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി പുട്ട് കോൾ റേഷ്യോ മാത്രമാണ് ഇതിനകത്ത് ഇന്ന് ഇപ്രാവശ്യം ഉൾക്കൊള്ളിച്ചിട്ടുള്ള. എന്തായാലും അടുത്ത മാസത്തോടു കൂടി എല്ലാ ഇൻഡൈസസിൻ്റെയും പുട്ട് കോൾ റേഷ്യോ എടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. എന്തായാലും ഇന്നലെ നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ 0.9 ആയിരുന്നു. ഇന്ന് ഇത് 0.82ലേക്ക് കുറഞ്ഞിട്ടുണ്ട്. എന്തായാലും നിഫ്റ്റി ഇപ്പോൾ ഒരു ന്യൂട്രൽ മോഡിലാണ്, ബെയറിഷ് ആണ് എന്ന് പറയാറായിട്ടില്ല, ന്യൂട്രലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇത് ഇവിടുന്ന് എങ്ങോട്ടും പോകാൻ പറ്റും, കയ്യാലപ്പുറത്ത് കയറി നിൽക്കുകയാണ്, അങ്ങോട്ടോ ഇങ്ങോട്ടോ എവിടെ വേണേലും വീഴാൻ പറ്റും. അതായത് മുകളിലോട്ടോ താഴോട്ടോ പോകുന്നത് കൺഫേം ചെയ്യാൻ പറ്റും. നാളെ റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കുകയാണെങ്കിൽ ITC ലിമിറ്റഡ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്റർഗ്ലോബ് ഏവിയേഷൻ, ഗെയിൽ, യുണൈറ്റഡ് സ്പിരിറ്റ്സ്, സൈദൂസ് ലൈഫ് സയൻസ്, PI ഇൻഡസ്ട്രീസ്, ടാറ്റ എലക്സൈ, കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഉനോമിൻഡ, ഗ്ലാൻഡ് ഫാർമ, സുമിറ്റോമോ കെമിക്കൽസ്, ബാറ്റ ഇന്ത്യ, റാംകോ സിമെന്റ്സ്, ക്ലീൻ സയൻസ് ആൻഡ് ടെക്നോളജി ലിമിറ്റഡ്, കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, പഞ്ചാബ് PNB ഹൗസിംഗ് ഫിനാൻസ്, ഗുജറാത്ത് നർമ്മദ വാലി റൈറ്റ്സ്, ഹിന്ദുസ്ഥാൻ ഫുഡ്, സിർമ SGS ടെക്നോളജി, ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഉജ്ജീവൻ ഫിനാൻഷ്യൽ സർവീസസ്, LT ഫുഡ്സ്, തോമസ് കുക്ക്, അർവിന്ദ് ടേസ്റ്റി ബൈറ്റ് ഈറ്റബിൾസ്, PSP, വിന്ധ്യ ടെലിലിങ്ക്സ്, ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ, ശാരദ മോട്ടോർ കോർപ്പറേഷൻ, നിരവധി കമ്പനികളുടെ പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ട് നാളെയാണ് വരുന്നത്. അതിനകത്ത് സെഞ്ചുറിയൻ, അതൊക്കെ ചെറിയ കമ്പനികളാണ്, കാമധേനു വെഞ്ചേഴ്സ് അതൊക്കെ ഒരുപാട് കേട്ട്, മാൻ ഇൻഡസ്ട്രീസ് വലിയൊരു കമ്പനിയാണ്, ജെറ്റ് എയർവേസ്, അതേപോലെ ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസ്, പാനാസോണിക്, കാർബൺ ഇന്ത്യ ലിമിറ്റഡ്, നിരവധി കമ്പനികളുടെ റിസൾട്ട്. ഏറ്റവും വലിയ ലിസ്റ്റ് എനിക്ക് തോന്നുന്നു നാളെയാണ് ഏറ്റവും കൂടുതൽ കമ്പനികളുടെ റിസൾട്ട് വരുന്നതെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടാവും. നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന ഏതെങ്കിലും കമ്പനി ഇതിനകത്ത് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളുക. ഓക്കെ, ഇത്രയും കമ്പനികൾ, ലാസ്റ്റുള്ള അറ്റ്ലാന്റ ഡേവ്കോൺ, നിവി ട്രേഡിംഗ് ലിമിറ്റഡ്, ഇത്രയും കമ്പനികളാണ് നാളെ ക്വാർട്ടർലി റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത്. ഇനി അടുത്ത ബുധനാഴ്ച കോർപ്പറേറ്റ് ആക്ഷൻസ് ഉള്ള കമ്പനികൾ, കോർപ്പറേറ്റ് ആക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബോണസ്, ഡിവിഡൻഡ്, റൈറ്റ്സ് ഇഷ്യൂ അല്ലെങ്കിൽ ഷെയർ സ്പ്ലിറ്റ് വരുന്നതാണ്. ഇവിടെ എനിക്ക് കാണാൻ സാധിക്കുന്നത് മണപ്പുറം ഫിനാൻസ് ഇൻ്ററിം ഡിവിഡൻഡ് 37.5% അഥവാ 75 പൈസ പെർ ഷെയർ കൊടുക്കുന്നുണ്ട്. റൊസാരി ബയോടെക് ലിമിറ്റഡ് ഫൈനൽ ഡിവിഡൻഡ് 25%, അതായത് 50 പൈസ പെർ ഷെയർ ആണ് കൊടുക്കുന്നത്. അതുപോലെ ദ ഗ്രേറ്റ് ഈസ്റ്റേൺ ഷിപ്പിംഗ് കമ്പനി 90% ഡിവിഡൻഡ് അഥവാ 9 രൂപ പെർ ഷെയർ അടുത്ത ബുധനാഴ്ച കൊടുക്കുന്നുണ്ട്. അപ്പോൾ നാളെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഡിവിഡൻഡ് കരസ്ഥമാക്കാൻ സാധിക്കും. പക്ഷേ ഡിവിഡൻഡായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് വലിയ അബദ്ധമാണ്. ഡിവിഡൻഡ് പ്രതീക്ഷിച്ചിട്ട് ക്വിക്കായിട്ട് അതിലൊരു പ്രോഫിറ്റ് എടുക്കാം എന്ന് ചിന്തിക്കുന്നത് തെറ്റായ ഒരു ധാരണയാണ്. നിങ്ങൾക്ക് ഹോൾഡിംഗ് ഉണ്ടെങ്കിൽ ഇത് നല്ലൊരു അവസരമായിരിക്കും. ഇനി സെക്ടറൽ ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ഇൻഡെക്സും നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി IT, ബാങ്ക്, ഫിൻ സർവീസസ്, എനർജി, ഫാർമ, മെറ്റൽ, മീഡിയ, കമ്മോഡിറ്റീസ്, മിഡ് ക്യാപ്പ് 50 ഇതെല്ലാം തന്നെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഓട്ടോയും FMCGയും നിഫ്റ്റി ആൽഫ 50 മാത്രമാണ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുള്ള, ബാക്കി എല്ലാം നെഗറ്റീവാണ്. ഇന്ന് ഓവറോൾ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിലാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരുന്നത്. ഇനി നമുക്ക് ലെവൽസ് നോക്കാം. ലെവൽസ് നോക്കുകയാണെങ്കിൽ ഇന്ന് നിഫ്റ്റി ഓപ്പൺ ആയത് തന്നെ S1ൻ്റെ താഴെയാണ്. പിന്നീട് യെസ്റ്റർഡേ ലോയിലേക്ക് പോയി അവിടെ ഒരു ചെറിയൊരു കൺസോൾട്ടേഷൻ വന്നു. അവിടെ നിന്ന് അങ്ങോട്ട് പ്രോപ്പറായിട്ടുള്ള ഒരു ഫോൾ, അതായത് S2ൽ ഒന്ന് റീടെസ്റ്റ് ചെയ്തിട്ട് പിന്നെ മാർക്കറ്റ് ഫോൾ, S3 പോയി, S4 പോയി, S4 ഒക്കെ ഇന്ന് അഡീഷണൽ കൊടുത്തതാണ്. S5 കഴിഞ്ഞ് S6 കട്ട് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഒരു റിവേഴ്സലിനെ കുറിച്ച് ആലോചിച്ചത്. അതിന് മുൻപേ തന്നെ റിവേഴ്സലിൻ്റെ ഒരു സിഗ്നൽ, ഒരു പുൾ ബാക്ക് കാണിച്ചു തന്നിരുന്നു. അതോടുകൂടി എല്ലാവരും ട്രേഡ് എക്സിറ്റ്. ഇന്ന് ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ അത്യാവശ്യം നല്ല പ്രോഫിറ്റ്, ഞങ്ങൾ 1 മണിയോടുകൂടി തന്നെ ഏകദേശം ട്രേഡ് 12:35 ട്രേഡ് അവസാനിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം അത്യാവശ്യം നല്ല രീതിയിൽ ഒരു പുൾ ബാക്ക് വന്നിട്ട് അല്ലെങ്കിൽ ഒരു റിക്കവറി ഉണ്ടായിട്ടുണ്ട് ഇന്ന് ആഫ്റ്റർനൂൺ സെഷനിൽ. സോ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് തന്നെ
ബാങ്ക് നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് ബ്രേക്ക്ഔട്ട് ലെവലിൻ്റെ താഴെയാണ്. ദെൻ അത് പതുക്കെ S1 കട്ട് ചെയ്ത് താഴോട്ട് പോയി. പിന്നീട് ഇന്ന് പുട്ടെടുത്തിട്ട് ഇരുന്നവർക്ക് നല്ല പ്രോഫിറ്റാണെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 43,928 നിന്ന് 43,474 ഏകദേശം 450 പോയിന്റോളുള്ള ഒരു മൂവ്മെൻ്റാണ് ഇന്ന് കിട്ടിയത്. സ്ട്രൈറ്റ് ഫോളാണ്. അത്യാവശ്യം നല്ല പ്രോഫിറ്റ് എല്ലാവരും ബുക്ക് ചെയ്തിട്ടുണ്ടാവും. അഡീഷണൽ അതായത് നോർമലി റാസ് ലെവൽസ് 3 ലെവലാണ് ഉണ്ടാവുക. അത് യെസ്റ്റർഡേ ലോയുടെ അവിടെ എത്തിയപ്പോൾ തീർന്നു. പിന്നെ അഡീഷണൽ ഇന്ന് രാവിലെ മുതൽ മാർക്കറ്റിലുള്ള അഡീഷണൽ ലെവൽസ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. സോ ഓൾമോസ്റ്റ് ഇതുണ്ടല്ലേ S1 S2 S3 S4 S5 S6 7 8 ലെവൽ വരെ ഇന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആഫ്റ്റർനൂൺ സെഷനിൽ അതായത് 2:30 മാർക്കറ്റ് റിക്കവറി ആയിട്ടുണ്ട്. അതോടുകൂടി S3 S4 വന്നിട്ട് മാർക്കറ്റ് അവസാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഫിൻ നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് S1 ദെൻ സ്ട്രൈറ്റ് അവേ അത് താഴോട്ട് വന്നു തുടങ്ങി. ഒരുപാട് അഡീഷണൽ ലെവൽസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്ന് ആഫ്റ്റർനൂൺ സെഷനിൽ ഏകദേശം 2 മണിയോടുകൂടി മാർക്കറ്റിൽ ചെറിയൊരു റിക്കവറി കാണിച്ചിട്ട് ഇന്ന് ഡേ ലോ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആ ലെവലിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് കയറി വന്നിട്ടുണ്ട്. നോർമലി ഫിൻ നിഫ്റ്റിയിൽ ഇങ്ങനെ ഒരു അതായത് നാളെ ലോ വരും എന്ന് പ്രവചിക്കുന്ന ആ ലെവലിൻ്റെ താഴോട്ട് പോകാറില്ല. പക്ഷേ ഇന്ന് താഴോട്ട് അത്രയും സെല്ലിംഗ് പ്രഷർ വന്നതുകൊണ്ട് താഴോട്ട് പോയി. അതിനുശേഷം അത് റിക്കവറി ആയിട്ട് ഇന്നത്തെ ലോയിൽ തന്നെ വന്ന് നിന്നിട്ടുണ്ട്. എന്തായാലും മാർക്കറ്റ് നാളെ ഒരു താഴോട്ട് പോകും എന്നെനിക്ക് തോന്നുന്നില്ല. നാളെ മാർക്കറ്റ് ഒരു അപ്പ് മൂവ്മെൻറ്റിന് അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനുള്ള ഒരു സാധ്യതയാണ് ഇത് നമ്മളോട് പറയുന്നത്. സെൻസെക്സും അതേ രീതിയിലാണ്. സെൻസെക്സ് ഇന്ന് ഓപ്പൺ ആയത് ഒരുപാട് താഴെയാണ്. നമ്മുടെ ബ്രേക്ക് ഡൗൺ ലെവലിൻ്റെയും ഒരുപാട് താഴെയാണ്. ഇന്ന് സെൻസെക്സിൽ അഡീഷണൽ ഒരുപാട് ലെവൽസ് വരക്കേണ്ടി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും സെൻസെക്സിൻ്റെ ലെവൽസ് 2 ലെവൽസിനെ ഒന്നാക്കി മാറ്റേണ്ടി വരും എന്ന് തോന്നുന്നു. ബാങ്ക് എക്സിലും അതേ രീതിയിൽ തന്നെയാണ്. പക്ഷേ ഇവിടെയൊക്കെ നിങ്ങൾ സെൻസെക്സ് ആയാലും ബാങ്ക് എക്സ് ആയാലും അഡീഷണൽ കൊടുത്ത ലെവൽസിന് എത്രത്തോളം കൃത്യമായിട്ട് അത് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓരോ ഇൻഡെക്സിലും അതേപോലെ ഇപ്പോൾ ബാങ്ക് എക്സിലാണെങ്കിൽ കണ്ടില്ലേ, അത് ലാസ്റ്റ് അഡീഷണൽ കൊടുക്കുന്ന ലെവൽസ് ആണെങ്കിലും മോർണിംഗിൽ മാർക്കറ്റ് ഫോള് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ കൊടുക്കുന്ന ലെവൽസ് ആണെങ്കിൽ കൂടി മാർക്കറ്റ് അവിടെ വന്ന് അവസാനിക്കുന്നത് എക്സാക്ട്ലി ആ ഒരു ലെവലിൽ തന്നെയാണ്. ഒരു ലെവൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ലെവലിലേക്ക് പോയിട്ട് തന്നെയാണ് അവസാനിക്കുന്നത്. കൃത്യമായിട്ടും അതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി ഓവറോൾ പാറ്റേൺ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നത്തെ ക്യാൻഡലിൻ്റെ ഒരു പ്രത്യേകത വെച്ചിട്ട് നിഫ്റ്റിയിൽ ഇന്നലെ പറഞ്ഞത് ഇന്ന് ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇന്ന് മാർക്കറ്റ് മൂവ്മെൻറ്റ് വന്നത് എന്നുള്ളത്. അതിലൊരു അത്ഭുതങ്ങളൊന്നുമില്ല. കാരണം എല്ലാ ദിവസവും അങ്ങനെ സംഭവിക്കണം എന്നൊന്നുമില്ല. ഒരു ചില ഡാറ്റയുടെ ബേസിലാണ് ഇത് പറയുന്നത്. ആ ഡാറ്റയോ അല്ലെങ്കിൽ ഞാൻ അനലൈസ് ചെയ്ത് ഞാൻ മനസ്സിലാക്കിയതിലുള്ള മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് അതിൻ്റെ വഴിക്ക് പിറ്റേന്ന് പോകും. സോ ഇത് കറക്റ്റായി വന്നാലും തെറ്റായി വന്നാലും എനിക്ക് അത്ഭുതങ്ങളൊന്നും തോന്നാറില്ല. അതുകൊണ്ട് തന്നെ എക്സൈറ്റഡ് ആവാറുമില്ല. സോ ഇവിടെ നാളത്തെ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു എൻഗൾഫിംഗ് ക്യാൻഡിൽ, അതായത് ഇവിടെ മോർണിംഗിൽ നല്ല താഴോട്ട് പോയിട്ട് നല്ല രീതിയിൽ റിജക്ഷൻ വന്നിട്ട് തിരിച്ച് കയറിയിട്ടുണ്ട്. സോ മാർക്കറ്റ് നാളെ ഒരു ചെറിയൊരു അപ്പ് മൂവ്മെൻറ്റ് കാണിക്കാനുള്ള സാധ്യതയാണുള്ളത്. ഇന്നത്തെ ക്ലോസിങ്ങിൻ്റെ എബോവായിട്ട് നാളെ ഓപ്പണിംഗ് വരും. മോസ്റ്റ് പ്രോബബ്ലി നിഫ്റ്റി 18,400 ടച്ച് ചെയ്തിട്ട് ആ ഒരു രീതിയിലുള്ള ഒരു മൂവ്മെൻ്റ് ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും ചുരുങ്ങിയത് അഥവാ പ്ലാൻ എ വർക്കായിട്ടില്ലെങ്കിൽ ഇന്നത്തെ ക്യാൻഡിലിനെ എൻഗൾഫ് ചെയ്യുന്ന രീതിയിൽ നാളെ ഒരു ക്യാൻഡിൽ വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതായത് 18,234 മുകളിലായിട്ട് ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മോസ്റ്റ് പ്രോബബ്ലി 18,400 ടെസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അതാണ് പ്രയോറിറ്റി ഞാൻ കൊടുക്കുന്നതും. സോ ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവിടെ എൻഗൾഫിംഗ് ആയിട്ട് ഒരു ക്യാൻഡിൽ വരും എന്നാണ്. ഇങ്ങനെ ഒരു ക്യാൻഡിൽ വരും. പക്ഷേ ക്യാൻഡിൽ വന്നത് താഴെ തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പോൾ ഇതിലും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ മാർക്കറ്റ് ഓപ്പണായി താഴോട്ട് പോയെങ്കിലും റിജക്ഷൻ വന്നിട്ട് ഇത്രയും തിരിച്ച് കയറിയിട്ടുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സോ നാളെ മാർക്കറ്റ് മോസ്റ്റ് പ്രോബബ്ലി ഈ രീതിയിൽ ഒരു എൻഗൾഫിംഗ് ക്യാൻഡിലായിരിക്കും. എൻഗൾഫിംഗ് അല്ല, ഒരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നെ ആയിരിക്കും ഉണ്ടാക്കുക. ഇന്നത്തെ ഹൈയിൽ നിന്നും ഇന്നത്തെ ക്ലോസിങ്ങിൽ നിന്നും മുകളിലോട്ട് പോകുന്ന രീതിയിലുള്ള ഒരു മൂവ്മെൻ്റ് ആയിരിക്കും നാളെയും തരിക. ഇനി ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഫിൻ നിഫ്റ്റിയിലും നിഫ്റ്റിയുടെ അതേ പാറ്റേണിലാണ് ഇപ്പോൾ ഫിൻ നിഫ്റ്റി പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു ലെവലിനെ കട്ട് ചെയ്തിട്ട് ഈ ഭാഗത്തായിരിക്കും ഒരു ക്യാൻഡിൽ നാളെ വരിക. നാളെ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിരിക്കും ഉണ്ടാവുക എന്ന് പ്രതീക്ഷിക്കുന്നത്. 19,424 മുകളിലായിട്ട് ഒരു ക്യാൻഡിൽ വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത്തരം പ്രവചനങ്ങളൊക്കെ ഒരു 1% പ്രയോറിറ്റി കൊടുത്തിട്ട് നിങ്ങൾ
മനസ്സിൽ വെച്ചാൽ മതി. കാരണം കൃത്യമാകണം എന്ന് യാതൊരു നിർബന്ധമില്ലാത്ത കാര്യങ്ങളാണ് പ്രവചനം. കാരണം എത്ര തന്നെ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സും അല്ലെങ്കിൽ ടെക്നിക്കൽ ചാർട്ട് പാറ്റേൺസ് ഒക്കെ നമുക്ക് സിഗ്നൽ തന്നാലും ഏതെങ്കിലും ഒരു ചെറിയ ന്യൂസ് നെഗറ്റീവായി വന്ന മാർക്കറ്റ് ഇടിഞ്ഞ് താഴോട്ടോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു നല്ല പോസിറ്റീവ് ന്യൂസ് വന്നാൽ മാർക്കറ്റ് മുകളിലോട്ടും കയറിപ്പോകും. ആൾക്കാർ കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്യും, അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രവചനങ്ങൾക്ക് 1% വിജയസാധ്യത മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയാണുള്ളത്. പുതിയ ഡാറ്റയും പുതിയ വിശേഷങ്ങളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഇന്നലെ ഒത്തിരി പേര് നല്ല നല്ല അഭിപ്രായങ്ങൾ, ഒരു എന്താ പറയുക, ഗ്ലോബൽ ഈവൻസിൻ്റെ ഒരു സെഗ്മെൻറ്റ് ആഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായി. തീർച്ചയായിട്ടും അതിന് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതിൽ കുഴപ്പം എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ ഈവൻറ്റ്സ് അത് മാർക്കറ്റിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതും കൂടി അതിൻ്റെ കൂടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഏകദേശം 15 മിനിറ്റുള്ള വീഡിയോ അതൊരു 30 മിനിറ്റിലേക്ക് എത്തുമോ എന്നുള്ളൊരു സംശയത്തിലാണ് ഞാനുള്ളത്. ഇത്രയും ഷോർട്ടാക്കാൻ ശ്രമിക്കാം പരമാവധി. അധികം വാചകടിച്ച് വെറുപ്പിക്കാതെ വളരെ ഷോർട്ടായിട്ട് ഡാറ്റ, ഇമ്പോർട്ടൻറ്റ് ഡാറ്റ കുറുക്കിയെടുത്തിട്ട് ഡെലിവറി ചെയ്യാൻ ശ്രമിക്കാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. തീർച്ചയായിട്ടും അതാണ് എനിക്ക് മുന്നോട്ടുള്ള യാത്രയിൽ ഒരു ഫ്യൂലായിട്ട് വർക്ക് ചെയ്യുന്നത്. സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നാളെ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.